ഹൈ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2025 ആദ്യത്തെ മലയാളം റിലീസ് ആയിട്ടുള്ള ഐഡന്റിറ്റി എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ് കേട്ടോ. ടൊവിനോ നായകനായി വരുന്ന ഐഡന്റിറ്റി, അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ എന്ന് പറഞ്ഞ ഫോറൻസിക്കിന്റെ മുമ്പ് കഴിഞ്ഞ വർഷം സംവിധാനം ചെയ്ത അതേ ഡയറക്ടേഴ്സിന്റെ തന്നെ മൂവി ആയിട്ടുള്ള ഐഡന്റിറ്റിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു ക്രൈം ത്രില്ലർ ആയിട്ടുള്ള മൂവി, ഒരു ഇൻസിഡന്റിനെ വെച്ച് നല്ല രീതിയിൽ സസ്പെൻസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവി. ഇതിലെ മെയിൻ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെമി തിലകനുണ്ട്, ടൊവിനോ ഉണ്ട്, ട്രിഷ ഉണ്ട്, അജു വർഗീസ് ഒരു മെയിൻ റോൾ തന്നെ ഉണ്ട്. അതേപോലെ വില്ലനായിട്ട് വരുന്ന വിനീത് റായ്. ഇവരുടെ എല്ലാ ആക്ടിങ്ങോട് ചേർത്ത് ഒരു എന്താ പറയുക കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഈ മൂവി എന്ന് പറയാം. അപ്പം നിങ്ങൾക്കും പൈസ വസൂലാവുന്ന ഒരു മൂവി തന്നെയാണ് കേട്ടോ ഐഡന്റിറ്റി. അത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു എന്താ പറയണ്ടത് നല്ലൊരു ഓപ്പണിങ്, 2025 നല്ലൊരു ഓപ്പണിങ് എന്ന് തന്നെ വേണേൽ പറയാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അതേപോലെ ഇതിന്റെ എഡിറ്റർ ആയിട്ടുള്ള ചാമനൻ ചാക്കോ ഒക്കെ, പിന്നെ BGM ചെയ്തിരിക്കുന്നവരും എല്ലാം വളരെ നല്ലൊരു, അതേപോലെ ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്തിരിക്കുന്നതൊക്കെ വളരെ നല്ലൊരു എഫോർട്ട് ഇട്ട് തന്നെ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയ സ്ലോ ഫേസിലാണ് പോണെങ്കിലും സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഫുൾ മൂവി അതിന്റെ ഫാസ്റ്റ് ഫേസിലോട്ട് കയറുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സ്ലോ ആയിട്ട് തോന്നിയാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ സസ്പെൻസുകളും ഒക്കെ കൂടെ കൊണ്ട് നമ്മളെ ഒരു ഫാസ്റ്റ് ഫേസിലോട്ട് തന്നെ മൂവി കൊണ്ടുപോകും. പിന്നെ ഇതിനകത്തൊരു ചെറിയ പോരായ്മ ഉള്ളത് തൃഷയ്ക്ക് ഡബ് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു എന്താ പറയണ്ട, ഒരു മാച്ച് ആവാത്ത രീതിയിലുള്ളൊരു ഡബിങ് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചാമനം ചാക്കോയുടെ എഡിറ്റിംഗ് ഒക്കെ നല്ല അടിപൊളി സീൻസും എഡിറ്റിങ്ങും ഒക്കെ തന്നെയാണ് കേട്ടോ പുള്ളിയുള്ളത്. അതായത് ടൊവിനോയുടെ ആക്ടിങ് പറയേണ്ട ആവശ്യമില്ല, ഒരു ഫുൾ മാസ് ഗെറ്റപ്പ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആ ക്യാരക്ടറിന് പറ്റിയ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് പറ്റിയ അതേ രീതിയിലുള്ള ഒരു ഗെറ്റപ്പിൽ തന്നെയാണ് പുള്ളി വന്നിരിക്കുന്നത്. പുള്ളിയുടെ എന്താ പറയണ്ട, ഒരു എപ്പോഴും പെർഫെക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുൾ പെർഫെക്ഷൻ ഇഷ്ടമായിട്ടുള്ള ഒരു ആളുടെ ക്യാരക്ടറിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം തന്നെ ടൊവിനോ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ ഇതിനകത്തുള്ള സസ്പെൻസും ബാക്കിയുള്ളതൊക്കെ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഷെമി തിലകൻ സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ പ്രസൻസ് എന്തുമാത്രം ഉണ്ടാവും, അതിന്റെ ഇമ്പാക്ട് എന്താണ്ടാവും, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറീസ് ഒക്കെ എന്തുമാത്രം ഉണ്ടാവുന്നുള്ളൂ. അതേപോലെ തന്നെ നല്ല അടിപൊളി ഡയലോഗ് ഡെലിവറീസും ഇമ്പാക്റ്റും ഒക്കെ തന്നെയാണ് പുള്ളി ഈ സിനിമയിലും ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് അഖിൽ പോൾ ആൻഡ് അനസ് ഖാനെ പറ്റിയാണ്. ഇവര് വരുന്ന സിനിമകളും അവരുടെ ഡയറക്ട് ചെയ്യുന്ന സിനിമകളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഫോറൻസിക്കിൽ എന്തുമാത്രം ടെക്നിക്കൽ ടേംസ് ആണ് അവർ യൂസ് ചെയ്യുക, അത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസും ഒക്കെ. അപ്പൊ അതേപോലെ തന്നെ ഇഷ്ടംപോലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ടേംസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. നമുക്ക് ഈ സയൻസിനെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള സിനിമാസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വളരെ ഒരു നല്ല മൂവി തന്നെയാണ് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ആയിട്ടുള്ള, വൺ ടൈം വാച്ച് ആണെങ്കിൽ പോലും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ഐഡന്റിറ്റി. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല ഐഡന്റിറ്റി കണ്ടുകഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, മലയാള ഇൻഡസ്ട്രിക്ക് 2025 ഒരു തുടക്കം, നല്ലൊരു തുടക്കം നൽകിയിരിക്കുക തന്നെയാണ് ഐഡന്റിറ്റി. हाय फ्रेंड्स, आज मैं आया हुआ मूवी के बारे में बताने के लिए। दूसरा कुछ भी, अभी मलयालम में रिलीज हुआ आइडेंटिटी करके एक मूवी है, उसका हिंदी भी डब वर्जन भी आ रहा है। उसमें क्या है, एक क्राइम थ्रिलर इन्वेस्टिगेशन मूवी है। इसका डायरेक्टर्स का पहले मूवी था फॉरेंसिक करके, अखिल पोल एंड अनस खान का पहला मूवी था फॉरेंसिक। वो आप लोग भी देखा होगा, हिंदी में भी डब रीमेक करके भी आया था फॉरेंसिक। उसी का डायरेक्टर्स का ये सेम हीरो का मूवी है। वही क्या बोलते हैं, आइडेंटिटी में टोविनो हीरो करके आता है, एक परफेक्शनिस्ट आदमी का रोल वो कैरी करता है। उसमें कैसे एक परफेक्शन पसंद करने वाला आदमी बिहेव करता है, उसका कैसे वो क्लीनिंग वगैरह रखता है, वैसे पूरा वो एक्टर वो कैरेक्टर को पूरा कर रहा है टोविनो। और उसका अंदर में जो एडिटिंग वगैरह भी अच्छा होता है, एक क्लाइमैक्स में एक फाइट सीन्स है, वो भी आप लोगों को पसंद हो जाए। ये दोनों डायरेक्टर्स का एक खासियत क्या है, ये ज्यादा मेडिकल टर्म्स और साइंटिफिक टर्म्स वगैरह ज्यादा यूज करते हैं मूवीज में। जैसे हमारा हॉलीवुड मूवीज में जैसे कुछ मूवीज में साइंटिफिक टर्म्स वगैरह ज्यादा यूज होता है, वैसे ये लोग भी थोड़ा मेडिकल और साइंटिफिक टर्म्स ज्यादा यूज करते हैं। आप लोग भी ऐसा मूवी देखने वालों को ज्यादा पसंद आ जाएगा। मूवी अच्छा से क्राइम थ्रिलर भी है, आप लोगों को भी क्या बोल रहे, पैसा वसूल करने वाला एक मूवी है। जरा फर्स्ट हाफ में थोड़ा सा स्लो फेस में चलता है, लेकिन सेकंड हाफ में आने के टाइम वो पूरा धमाका उड़ाता है मूवी। आप लोग भी जरूर जाकर थिएटर में देख लेना। फिर आप लोग का जो रिव्यू है वो मेरा कमेंट बॉक्स में लिख देना। मुझे भी अच्छा मूवी लग गया था, इसमें BGM और वगैरह भी अच्छा लग रहा है। और क्लाइमैक्स में एक जरूर फाइट सीन है, वो इंडियन मूवीज में ज्यादा नहीं आया होगा, वैसे एक्शन कोरियोग्राफी भी अच्छा है इस मूवी का। आप लोग भी जरूर जाकर इस मूवी को देख लेना थिएटर में।